ബസ്സിലെ വിഷയം കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. നമ്മൾ വീഡിയോ എടുക്കണോ വേണ്ടേ എന്നൊക്കെയാണ് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ എടുക്കണം. അതിപ്പോൾ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യമല്ല. നമുക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ എവിഡൻസ് കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇപ്പം വന്നേക്കുന്നത്. റീച്ചിന് വേണ്ടി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ പാരയായിട്ട് വരും. ഇപ്പം വിക്ടിം എന്ന് പറയുന്ന ആളും പിന്നെ മരണപ്പെട്ട എന്ന് പറയുന്ന ആളും ഇപ്പോൾ രണ്ടുപേരുടെയും ജീവിതം ഭയങ്കരമായിട്ട് പ്രശ്നത്തിലായി മാറിയിരിക്കുകയാണ്, അവരുടെ കുടുംബക്കാരുടെയും എല്ലാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് നമുക്ക് നല്ലതും വരുത്തും, അതേ സമയത്ത് നമ്മളെ വെട്ടി താഴെയിടുകയും ചെയ്യും. അപ്പോഴെപ്പോഴും നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് മാത്രമേ ഇതിടാവൂ. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിയമവിദഗ്ധരെയോ പോലീസുകാരെയൊക്കെ കാണുക. അതിന് വേണ്ടുള്ള നടപടികൾ അവർ പറഞ്ഞു തരും, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവേശത്തിന് പുറത്ത് പോസ്റ്റ് ചെയ്തു, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്താൽ പോലും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് പല പേജുകളിലേക്ക് പോകാം. നമ്മുടെ പ്രായം കൊണ്ട് ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തെറ്റ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചിലപ്പം നമുക്ക് തെറ്റായിട്ട് തന്നെ തോന്നത്തില്ല. അപ്പം ഇതെല്ലാം ആരെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ, ഇപ്പം നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോലും ഈ സാധനം പലരുടെയും വാളിലോ അല്ലെങ്കിൽ ഷെയറിലോ അല്ലെങ്കിൽ അവരുടെ ഹാർഡ് ഡിസ്കിലോ ഒക്കെ ഇത് കിടപ്പുണ്ടായിരിക്കും. ഇത് അവർ നാളെ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പം എന്തായാലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇടുന്നതിന് മുന്നേ 4 വട്ടം ആലോചിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സാധനം തീർച്ചയായിട്ടും അധികാരികളെ അല്ലെങ്കിൽ നിയമവിദഗ്ധരെയൊക്കെ കാണിക്കാം. എൻ്റെ അക്കൗണ്ട് നോക്കിയാൽ മതി. ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് ഇടാറില്ല. കാരണം അവരുടെ ഒരു പ്രൈവസി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് മറ്റുള്ളവരുടെ വീഡിയോസൊന്നും ഇടാത്തത്. അവർ ചിലപ്പം നമുക്ക് പെട്ടെന്ന് അവർ പറയും ഇട്ടോന്ന് പറഞ്ഞാലും ചിലപ്പം അവർക്കത് ഇഷ്ടം കാണണമെന്നില്ല. ഒരു 2-3 പ്രാവശ്യമൊക്കെ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഇടുന്നത് നല്ലത്. ഈ കാര്യത്തെപ്പറ്റി നിങ്ങളുടെ എന്താണ് അഭിപ്രായം അതുകൂടെ രേഖപ്പെടുത്തുക. അപ്പം പ്രശ്നത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.